ഇറ്റ്സ് ഓക്കേ. ഏയ് എന്തോ ഓക്കേ? ഓട്ടടി അറിയാതല്ലേ. വേണോന്ന് വെച്ച് ചെയ്തിട്ട് ഐറ്റം കിടിലാണല്ലോ. ഏയ് ഒന്ന് വിട്ടേക്കടി. എന്തോന്ന് വിട്ടേക്കാൻ? ഇങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ പാടില്ല. പെൺകുട്ടികളെ കണ്ടാൽ ഉടനെ സൈറ്റ് അടിക്കണം, ദേഹത്ത് മുട്ടണം. ചീപ്പ് ഫെലോസ്. എന്താ സോറി പറയാനാ? അല്ല, നിന്നെ മുട്ടണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്തിനാ ആ പെൺകുട്ടിയെ മുട്ടിയെന്ന് ആലോചിക്കുന്നത്. എന്നെ മുട്ടുന്നോ? എവിടെ മുട്ട്? മുട്ടണോ? മുട്ടാൻ പറഞ്ഞ ശരിക്കും താനങ്ങ് മുട്ടു അല്ലേ? വെറുതെ നിന്ന് ആളിന്റെ അടുത്ത് മുട്ടെന്ന് പറഞ്ഞ് ചെന്നിട്ട് അയാൾ മുട്ടിയപ്പോ ഇപ്പൊ വീണ്ടും വഴക്കിന് ചെല്ല. നീ മിണ്ടരുത്. ഒന്നുമില്ല സർ, ബോർഡിങ്ങിന് സമയമായി. ഞാൻ അവിടുന്ന് വരുന്നു, ഇവർ ഇവിടുന്ന് വരുന്നു. അനൗൺസ്മെന്റ് ടെൻഷനും വേറൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ആ കുട്ടിയെ പരാതിയൊന്നുമില്ല. അത് കണ്ടിട്ട് ഇവിടെ മുട്ടാത്തിന് ഇവക്ക് അസൂയ. ഓരോ മോഹങ്ങളെ. अरे कुछ नहीं भैया, मैं उधर से आ रहे हैं भैया. നമ്മുടെ കുട്ടി इधर से आ रहे हैं. यात्री को टाइम हो गया, मुझको टेंशन बढ़ गया. ये लड़की के साथ ഇയാൾ എന്താടി കാസറ്റ് പോലെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്തോണ്ടിരിക്കുന്നത്? ഒന്നുമില്ലേ, ഞാൻ അന്ത പക്കത്ത് വന്നിട്ടുണ്ട്, പൊണ്ണ് ഇന്ത പക്കത്ത് വന്നിട്ടുണ്ട്. ഞാൻ സറന. ഈ രാജ്യത്ത് ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓരോ സ്റ്റേഷനും ഒരു ഭാഷയുണ്ട്. തിരിച്ചു പോവാണല്ലേ? എനിക്ക് ദേഷ്യം കൂടുതലാ. ഞാൻ കാരണമല്ലേ നിങ്ങളുടെ പ്രോഗ്രാം അപ്സെറ്റ് ആയത്. ഐ എം സോറി. ചേച്ചേ, താൻ ദേഷ്യപ്പെടുമ്പോഴാ കൂടുതൽ ഭംഗി. എയർപോർട്ടിൽ വെച്ചപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവരവരുടെ വഴിക്ക് നമ്മൾ പിരിഞ്ഞേനെ. ഇത്ര ദൂരം നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യില്ലായിരുന്നു. ഈ ഹാപ്പി മൊമെന്റ്സ് ഒന്നും കിട്ടുകയില്ലായിരുന്നു. ഒരുമിച്ച് പോയാ പോരെ? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. അല്ല, എന്റെ ഫോൺ ചെയ്ത് വെച്ച ഉടനെ തന്നെ എത്തി. അതെ, ഇതല്ലാതെ വേറെന്താ ജോലി? അകത്തേക്ക് വാ. വീട്ടിലാരുമില്ലേ? അച്ഛനും ഏട്ടനും റിലേറ്റീവിന്റെ കല്യാണത്തിന് പോയിരിക്കുക. ഏടത്തി മുത്തശ്ശിയും കുട്ടികളെ അമ്പലത്തിൽ പോയിരിക്കുന്നു. വരും കുറച്ച് താമസിക്കും. ഓ ആണല്ലേ. ആ, നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാ വരാൻ പറഞ്ഞേ. അത് ഇവിടെ നിന്നോണ്ട് തന്നെ കേൾക്കണോ? സോറി സോറി സോറി. അകത്തേക്ക് പോകാം. ഇരിക്ക്. അതിനു മുമ്പ് ഒരു കോഫി കുടിച്ചിട്ട് പറഞ്ഞാ പോരെ? കിച്ചണിലേക്ക് ഞങ്ങളൊന്നും വരാൻ പാടില്ലേ? വരാലോ. വെയിറ്റ് ചെയ്യേ. ഞാനത് പൊട്ടിച്ചു തരട്ടെ? വേണ്ട. എന്താ, പാൽ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച പൊട്ടൂല്ലേ? ഒന്ന് വെറുതെ ഇരുന്നാ മതി. എന്താ? ദേ വരുന്നു. നീ എന്തിനാ പതങ്ങുന്നേ? ആരായാലും എന്താ? വാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗ്ലോബസ് കമ്പനി ഒരു പുതിയ കുക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റൗ ഓഫ് ചെയ്താലും 1 hour ഹീറ്റ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ എല്ലാം ചൂടായിട്ടാണോ ഇരിക്കുന്നത്? 1 hour ടൈം തന്നാ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം.
ഉള്ളതേ 1 മണിക്കൂറാണോ? പോടോ. ഓക്കെ സർ. എന്തിനാ ഓടിച്ചു വിടുന്നേ? ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ കുക്കറിന്റെ കാര്യമാണോ? പോ, പാല് തിളച്ചു പോയി കാണും, പോയി നോക്ക്. ആ കുക്കറുകാരനെ കൊല്ലുമെന്ന് ഞാൻ. ദേ, ചേച്ചി പൂ വാങ്ങിച്ചോളൂ ചേച്ചി. വേണ്ട വേണ്ട. എന്താ പൂ വേണ്ടെന്ന് പറയുന്നത്? അത് മുല്ലപ്പൂ. എത്ര രൂപയ്ക്കാ സാറേ? മൊത്തം തന്നേക്ക് മോളെ, മൊത്തം തന്നേക്ക്. എന്തിനാ ഇത്രയും? ആദ്യമായിട്ട് വെക്കാൻ പോവല്ലേ? ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞോ? ഏയ്, ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്തിനാ കരയുന്നേ? എന്റെ പുറകെ വരാൻ അറച്ചു. എന്നോട് സ്നേഹിക്കുന്നെന്ന് പറയാനും അറച്ചു. ഇപ്പൊ ഇതില് മാത്രം എന്തിനാ ഇത്ര ധൃതി? സെക്സ് എന്ന് പറയുന്നത് ഒരു പവിത്രമാണ്. ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ച ആ പവിത്രതയ്ക്ക് അർത്ഥമില്ലാതെ പോവില്ലേ? നമ്മുടെ പ്രണയത്തിൽ നടക്കുന്ന ഓരോ കൊച്ചു കാര്യങ്ങളും ഞാൻ എത്ര വലുതായിട്ടാണ് കാണുന്നതെന്നറിയോ? നിന്നെ കാണാൻ ആദ്യമായിട്ട് ഞാൻ മാർക്കറ്റിൽ വന്നപ്പോ നീ എല്ലാ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അന്ന് തൊട്ട് എനിക്ക് പിടിച്ച കളർ യെല്ലോ ആണ്. അന്ന് സെൽഫോണിൽ നിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നെന്ന് കരുതി എന്നോട് പ്രേമിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അന്ന് 14-ാം തീയതിയായിരുന്നു, ഈവനിങ് 4 മണി. ആ സമയം എന്റെ വാച്ചിൽ അങ്ങനെ തന്നെ നിർത്തിവെച്ചിരിക്കുക. ഇന്ന് വരെ നീ എത്ര വരെ പഠിച്ചു, എന്ത് ജോലി ചെയ്യുന്നു, എന്ത് ശമ്പളം വാങ്ങുന്നു, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എന്നെ അവസാനം വരെ നോക്കുന്നുള്ളത് കൊണ്ട്. എന്റെ വീട്ടിൽ എല്ലാരോടും നമ്മുടെ പ്രേമത്തെ പറ്റി പറഞ്ഞു. നിന്നെ പറ്റി ഞാൻ പറഞ്ഞപ്പോ നീ നല്ലവനാണോ ചീത്തയാണെന്ന് പോലും ആരും ചോദിച്ചില്ല. കാരണം എന്നിൽ അവർക്ക് അത്ര വിശ്വാസമുണ്ട്. സന്ദർഭം കിട്ടിയാലും തെറ്റിയാത്തവനാ നല്ലവൻ. എന്നാൽ സന്ദർഭം ഒട്ടും കിട്ടാതെ ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ അതിലർത്ഥമില്ല. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് എന്റെ മുത്തശ്ശി, അച്ഛൻ, ഏട്ടൻ, ഏടത്തി എല്ലാം. ഇവിടെ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക? നിനക്ക് നീന്താൻ അറിയോ? അറിഞ്ഞൂടാ. അല്ലെങ്കിൽ വേണ്ട, സൈക്കിൾ എവിടാനോ? അതറിയാം. ശരി, നീ ചവിട്ടിയാ ഞാൻ കയറാം. അങ്ങനെ സൂയിക്കണ്ട. എന്നാ നീ കയറിക്കോ, ഞാൻ ചവിട്ടാം. ഞാൻ കയറില്ല. ഓ ദൈവമേ, ഏത് നേരത്താ ഇങ്ങനെ ഒരെണ്ണത്തിനോട് ഇറങ്ങി തിരിക്കാൻ എനിക്ക് തോന്നിയത്. വാ നടക്ക്, വല്ല ബസ്സോ ട്രക്കോ മറ്റോ കിട്ടുമെന്ന് നോക്കാം. എന്തൊരു ചാട്ടവും ബഹളമായിരുന്നു. എന്നിട്ടിപ്പോ കിടക്കുന്ന എവിടെ നോക്കി. ഹലോ. ഡേ, ഞങ്ങൾ ഇങ്ങ് എത്തി. നീ എവിടെയാ ഉള്ളത്? ഞാനേ ട്രെയിൻ മിസ്സായിടി. ട്രക്കില് വരുവാ. ഫ്ലൈറ്റ് മിസ്സായതുപോലെ ട്രെയിനും മിസ്സായി പോയോ? രണ്ടാളും കൂടെ പ്ലാൻ ചെയ്തതോ മറ്റോ ആണോ? ഹേയ്, ഷട്ട് അപ്പ്. ഈ കഷ്ടകാലത്തിനൊക്കെ കാരണം വായി നോക്കിയാ ഈ പൂവാലിന. പൂവാലോ? എന്റെ ദൈവമേ, എത്ര ചീപ്പായിട്ട് എന്നെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? ഇത് കേട്ട് നീ ടയറൊന്നും പഞ്ചറാക്കല്ലേ, പിന്നെ ഞാൻ തന്നെ ചുമക്കേണ്ടി വരും. നാക്ക് കരിനാക്ക. ദൈവത്തിന്റെ ഓരോരോ തമാശകളെ. ഈശ്വരാ, ഇങ്ങനൊരു ശനിയൻ എന്റെ കൂടെ പറഞ്ഞു വിട്ട എന്തിനാ? ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതിനാണല്ലോ.
അങ്ങനെയാ പറയേണ്ടത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നേ, എങ്കിലും ജീവിതത്തിന് അർത്ഥം ഉണ്ടാവൂ. ദർ ഈസ് എ റീസൺ ഫോർ എവറിത്തിങ്. മുന്നോട്ട് നടക്ക്. നടക്കുന്നേ. Go there, go there. There? Me? Join with them. Okay. Hey, Okay. enjoy. ഹലോ എന്താ കാർത്തികേ, നിങ്ങൾക്ക് പെട്ടെന്ന് വയസ്സായിപ്പോയോ? എടാ നീ ആരാടാ? തരൂ, മുത്തശ്ശി തന്നെ. ഹലോ, റോങ് നമ്പർ എന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ വെറുതെ ഫോൺ ചെയ്ത് ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? ആരാരെ ശല്യം ചെയ്തു? നിങ്ങളാണ് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കണ്ടതുപോലെ എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത കഷ്ടത്തില. എടാ, നീ ആരാടാ? ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ മറന്നുപോയി. ഇഡിയറ്റ്. ആരാ മോളെ അത്? ഏതാ ഭ്രാന്തനാ? എടാ, പ്ലീസ് ദേഷ്യപ്പെടരുത്. ഒരു നിമിഷം. ഇത്ര സുന്ദരിയായ നിങ്ങളെ നേരിൽ കണ്ട ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ സൗന്ദര്യത്തിനൊന്നും ഒരു വിലയില്ലാതാകും. അതുകൊണ്ട് നിങ്ങൾ നാളെ രാവിലെ നിങ്ങളുടെ വീടിനടുത്തുള്ള മാർക്കറ്റിൽ ഒന്ന് വന്നാല് നമുക്ക് നേരിക്കണ്ട് സംസാരിക്കാം. എന്താ പേടിച്ചിട്ട് നാളെ വരാതിരിക്കരുതേ. എടാ, നീ ആരായിരുന്നാലും എനിക്കെന്താ? നിന്നെ പേടിച്ച് ഞാൻ എന്തിനു വരാതിരിക്കണം? ഈ തന്റെ ഇടമാണ് എനിക്ക് വളരെ ഇഷ്ടമായത്. ഓർമ്മ വെച്ചോളൂ, യെല്ലോ കളർ ഷർട്ട്, ബ്ലാക്ക് കളർ പാന്റ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും വെയിറ്റ് ചെയ്യും. മറക്കാതെ വരണം. ബൈ. നേരിട്ട് കാണാന്നല്ലേ വെച്ചിട്ടുണ്ടടാ. അത് ശരി, ഇത്തവണ ഓപ്പറേഷൻ പുതിയ മെത്തേഡ് ആണല്ലോ. നീ നേരി പോവാണോ? നാളെ എന്ത് നടക്കുമെന്ന് യു വെയിറ്റ് ആൻഡ് സീ. ഒരു ക്വാർട്ടറിന് ഇത് ധാരാളം. നമ്പർ വാങ്ങിയതിന് ഇത്രയും ചെലവോ? സത്യം പറ, നിനക്ക് എത്ര തന്നെ? പറയാൻ പക്ഷെ ഒരു 200 രൂപ ചെലവ് കാണും. സമ്മതാണോ? പോടാ പോടാടേ പോടേ. ഡാ, ആരത്? ഇങ്ങോട്ട് നോക്കടാ. എങ്ങോട്ട് നോക്കാൻ? ഡാ, കാൽ കുപ്പിക്ക് വേണ്ടി കുടുംബം ഇല്ലാതാക്കാണോ? വേണ്ടടാ, തെറ്റ് ചെയ്യരുത്. ഗലത് കാം മത് കർ. ആരാ ഇവള്? ഇവള് ഇതിനു മുമ്പ് ഏരിയയിൽ കണ്ടിട്ടില്ലല്ലോ. മലയാളത്തിൽ ഇന്ത്യയിൽ വിരട്ടിട്ട് പോകുന്നു. കലക്ക് മത്കാർ എന്ന് പറഞ്ഞാൽ എന്താ? ഏയ് നമ്മളെ ആയിരിക്കില്ല. ഹലോ എടാ, ഹലോ. എന്തിനാടാ ഹലോ? ഹലോ, ഞാൻ നിങ്ങളെ വിളിച്ചതല്ല, ഫോണിൽ ഹലോ പറഞ്ഞതാ. നീ ഫോണിൽ പറഞ്ഞാണോ എന്നോട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വിളിക്കും, ലേഡീസ് വോയിസ് ആണെങ്കിൽ വരുന്നോന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ വന്നടാ, നീ എന്ത് ചെയ്യാൻ പോവാ? എന്താ മാഡം നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്? ഞാൻ എപ്പോഴാണ് നിങ്ങളെ വിളിച്ചത്? നിങ്ങളുടെ ഇഷ്ടത്തിന് വരുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ പ്രശ്നമേ? യെല്ലോ ഷർട്ട്, യെല്ലോ ഷർട്ട്, ബ്ലാക്ക് പാന്റ്. റോഡിൽ കേട്ട അതേ കുയിൽ നാദം. സോറി ബുൾബുൾ, ബസ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് വരാൻ അല്പം ലേറ്റായി. എന്റെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടു. റാസ്കൽ, നിനക്ക് നാണമില്ലേ? ഇഡിയറ്റ്. ഹലോ, എന്താ നിങ്ങൾ ആർക്കണ്ടാലും ചൂടാവുന്നത്?
ഓ സോറി, വെരി വെരി സോറി. ഞാൻ ചൂടായത് നിങ്ങളോടല്ല. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന യെല്ലോ ഷർട്ടാണ് പ്രോബ്ലം. എന്താ ഇത്? ചൂടായില്ല എന്ന് പറയുന്നു, യെല്ലോ കളർ ഷർട്ടാണ് പ്രോബ്ലം എന്ന് പറയുന്നു. എന്താ? സാറിന് മനസ്സിലായില്ല, ഞാനാണ് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്. സാറ് മഞ്ഞ കളർ ഷർട്ട് ഇട്ടതുകൊണ്ട് സാറിനെ നിങ്ങൾ ചീത്ത പറഞ്ഞു. എന്താണ് ഈ പറയുന്നത്? നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാർ കാരണമാണ് നല്ല ആൾക്കാർക്ക് ചീത്തപ്പേരുണ്ടാവുന്നത്. സോറി സർ, വെരി സോറി. സോറി. എന്തോ സോറി. എന്താ ബ്രദർ പറയുന്നത്? നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് സുന്ദരികൾ പിന്നാലെ വരുന്നു. എന്റെ പേഴ്സണാലിറ്റിക്ക് സുന്ദരികളുടെ ചെരുപ്പടി മാത്രമാണ് കിട്ടുന്നത്. നിങ്ങളുടെ പ്രശ്നം പിന്നീട് തീർത്തോ. എനിക്കിപ്പോ അങ്ങോട്ട് പോകാലോ. സോറി സർ, വെരി സോറി. സോറി. ഇയാൾ ഇവിടെയും വന്നല്ലോ എന്റെ ദൈവമേ. ഹലോ ഹലോ അങ്കിൾ, ഞാൻ നന്ദിനിയാ. പറ മോളെ. അയാൾ പിന്നെ പുറകെ കൂടിയിട്ടുണ്ട്. മദർ മെമ്മോറിയൽസ് വന്നിരിക്കുന്നു. സാരല്ല, വിട്ടുകളെ. എന്തു പറ്റി അങ്കിൾ? അവൻ വളരെ നല്ലവനാ, പക്ഷെ നമ്മളത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. അവൻ പറയുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്യും മോളെ. നിന്റെ ഫോണിൽ നിന്ന് എന്റെ നമ്പർ അങ്ങ് മായ്ച്ചേക്ക്. മോളെ, എന്റെ മോന്റെ കണ്ണിന്റെ ചികിത്സയ്ക്ക് 50,000 രൂപയോളം വേണ്ടി വരുമെന്നാ ഡോക്ടർമാർ പറയുന്നത്. പകുതി ട്രസ്റ്റിനെ ഏറ്റിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാമോ മോളെ? അയ്യോ ചേച്ചി, അത്രയും രൂപയൊക്കെ ഞാൻ എവിടുന്ന് ഉണ്ടാക്കും? ശ്രമിച്ചാൽ നടക്കും. അനാഥരുടെ കണ്ണീരൊപ്പാനാണ് മദർ കൽക്കട്ടയിൽ വന്നത്. ആശ്രയമില്ലാത്തവർക്കും രോഗികൾക്കും അമ്മയായി. ചോദിച്ച ഉടനെ ഇല്ല എന്ന് പറഞ്ഞൊഴിയാതെ സഹായിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുകയല്ലേ വേണ്ടത്. ഭായോ ഒരു ബഹനോ, നമ്മളിങ്ങനെ മദറിന്റെ ജന്മദിനത്തിൽ സ്വീറ്റ്സ് കൊടുത്തതുകൊണ്ടോ സ്മാരകത്തിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ടോ മാത്രം കാര്യമില്ല. അവർ ചെയ്ത നല്ല പ്രവൃത്തികൾ കുറെയൊക്കെ ഫോളോ ചെയ്യാൻ വേണം. ദാ ഈ കുഞ്ഞിന് കണ്ണുകളില്ല. നമ്മൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ ഇവനും കാഴ്ച തിരിച്ചു കിട്ടും. എന്റെ വക ഇതാ 5000 രൂപ. ദൈവം അനുഗ്രഹിക്കും സർ. വളരെ നന്ദിയുണ്ട്. അമ്മേ, അമ്മേ. എന്താടി താമസിച്ചത്? അവിടെ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി എടുത്ത് കഴിക്കേ. കഴിക്കാമേ, അത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. അന്ന് ഞാൻ കള്ളനാന്ന് പറഞ്ഞ ആളില്ലേ, അയാള് നല്ല മനുഷ്യനാ. ആര്? അന്നേ എനിക്ക് ലിഫ്റ്റ് തന്നാളെ. അമ്മ കോഫി കൊടുത്തപ്പോ അമ്മയുടെ മോളെ പോലെ നന്നായിരിക്കുന്നു പറഞ്ഞില്ലേ? ഓ, അയാളുടെ കാര്യമാണോ? പിന്നെ നിന്റെ കാശ് പോയടി? കാശ് കൊടുത്തതമ്മേ, എല്ലാരെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്തു. ഒരു പാവം പയ്യന്റെ കാഴ്ചക്ക് വേണ്ടിയാ. യൂണിറ്റിയെ കുറിച്ചും ഹ്യൂമാനിറ്റിയെ കുറിച്ചും ഒക്കെ എത്ര നന്നായി സംസാരിച്ചെന്നറിയോ? ആവശ്യമില്ലാതെ നമ്മൾ തെറ്റിദ്ധരിച്ചത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവൻ നല്ലവനാണെന്ന്. ഈ ഗംഗാ നദിയുടെ പരിശുദ്ധി അറിയാതെ ആളുകൾ എന്തൊക്കെ ഇതിൽ ചെയ്യുന്നേ. എന്നാൽ എത്രയോ ലക്ഷങ്ങളാണ് ഇതിനെ തൊഴുത് വണങ്ങുന്നത്. ഏത് എന്താ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഞാൻ നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ നീ യെല്ലോ കളർ ഷർട്ട് ഇട്ടിരുന്നത്. ഞാൻ ഏത് കളർ ഡ്രസ് ഇട്ടിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ഇതിലും ഭേദം നീ മിണ്ടാതിരിക്കുന്നത്. ദേ കളിക്കാതെ പറയുന്നേ. ആർക്കറിയാം? പറയാം. പറഞ്ഞ അങ്ങനെയാണെങ്കി ഒന്നും പറയണ്ട. നീ അന്ന് ഏത് കളർ ഹെയർ പിന്നാ കുത്തിയിരുന്നവരെ എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. പറയട്ടെ പറയട്ടെ. വേണ്ട. എന്റെ അമ്മേ, ഇത് ക്രിസ്റ്റൽ ഡോളർ അല്ലേ? ഇതിൽ ഇങ്ങനെയൊക്കെ തൊട്ട് നോക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാ. അതെയോ? ഒരു മിനിറ്റ്. ഇങ്ങനെ ഇങ്ങനെ. നീ ഇവിടെ തന്നെ നിൽക്കേ, എങ്ങോട്ട് പോരുത്. ഞാൻ അവന്റെ എല്ലാം ഒടിച്ചിട്ട് വന്നേക്കാം.
എന്താടാ ഈ കാണിക്കുന്നത്? അവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇതൊക്കെ വേസ്റ്റാടാ. പെണ്ണുങ്ങളെ കറക്റ്റ് ചെയ്യുന്നത് വളരെ ഈസിയാടാ. വാ എന്തിനാടാ ഉള്ളത്? അത് തുറന്ന് 4 വാക്ക് സ്നേഹമായിട്ട് പറടാ. ഏത് ഫിഗറും വീഴും. പടാ. ഏയ് ഏയ് നീ എവിടെ പോവാ? ഞാൻ വീട്ടിൽ പോവാ. ഓക്കെ, ഏതായാലും വരാനുള്ളത് വന്നു. ആ വെള്ളത്തിലൊന്ന് കാല് നനച്ചിട്ട് പോയാലോ? പ്ലീസ് പ്ലീസ്. അല്ല, അവനെ എന്ത് ചെയ്തു? അവന് ജീവിതത്തിന്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. പ്രേമിച്ചാ കഴിക്കാൻ തോന്നില്ല, ഉറക്കം വരില്ല, അങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാനും കളിയാക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായത് സത്യം തന്നെയാ. അതുപോലെ തന്നെ എനിക്കും. ഞാൻ നിന്നെ ഓർത്തൊരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കട്ടെ? എന്താ പറഞ്ഞത്? കവിതയോ? അന്നൊരു നാൾ നിന്നെ കണ്ട നിമിഷം ഞാനായി മാറി നീ. എന്റെ നെഞ്ചിൽ പിറന്നൊരു മോഹം അമ്മയെ പിരിഞ്ഞ പൈതലായി നിന്നെ തേടി അലയുന്നു ഞാൻ. എന്നെന്നും കാതോർത്ത് നിൽക്കും നിൻ ഹൃദയത്തുടിപ്പുകൾ എന്നുള്ളിൽ താളമായി. എന്താടാ? എന്തതും? ഒന്നുമില്ല, ചുമ്മാ. ഏയ്, നീ കവിത ചൊല്ലുമ്പം ഞാൻ നിന്റെ മടിയിൽ തല വെക്കണം, നീ എന്റെ മുടിയിൽ ഇങ്ങനെ വിരലോടിക്കണം, അങ്ങനെയൊന്നുമില്ലേ? അങ്ങനെയൊന്നുമില്ല. എന്റെ കവിത കേട്ടോ ഇല്ലയോ? ആ കണ്ടു. കണ്ടെന്നോ? ഇല്ല, കേട്ടു. ഫസ്റ്റ് ടൈമാണ് ഞാൻ കവിത എഴുതിയത്. ഇതിൽ ഇഷ്ടായത് ഏത് വരിയാണെന്ന് നീ ഒന്ന് പറയോ? ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ആദ്യത്തെ വരി ഇഷ്ടമായ രണ്ടാമത്തെ വരി ഇഷ്ടമാണെന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. എന്നെ പോലുള്ള ആണുങ്ങൾക്ക് നിന്നെ പോലുള്ള പെമ്പിള്ളേര് വാതോർന്ന് സംസാരിച്ചാലേ കവിതയാ. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നീ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും. എന്താ നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? അത് തെറ്റാണോ? അത് തെറ്റാ. അതിലെന്താ തെറ്റ്? അവന്റെ ലവറെ അവൻ കിസ് ചെയ്യാതെ മറ്റേതെങ്കിലും ഒരുത്തിയെ കിസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ശരിയാ? ശരിയാണോ? അല്ലല്ല, തെറ്റാ. ശരിയാണോ തെറ്റാണോ? രണ്ടിലേതെങ്കിലും ഒന്ന് പറ. ശരിയാ. എന്നാൽ 4 പേര് കാണുന്ന പോലെ ആണെങ്കിൽ തെറ്റാ. അപ്പോ അടുത്ത ഫ്ലൈറ്റിന് ഇനി 6 hours ഉണ്ട് മോളെ. ആ സമയം കൊണ്ട് നമുക്ക് സിറ്റിയൊക്കെ ഒന്ന് കാണാം. എന്താ സാർ, ഒരു സെക്കൻഡ് പോലും കുപ്പിക്ക് ഒഴിവില്ലല്ലോ. എന്റെ അനിയാം, മനുഷ്യ ജീവിതം പാൽക്കുപ്പിയിലല്ലേ തുടങ്ങുന്നത്. ആ ഓർമ്മകളല്ലേ നമ്മളെ നയിക്കുന്നത്. ജീവിതാവസാനം അങ്ങനെ ഒരു കുപ്പി കൊണ്ട് തന്നെ ആവട്ടെ. വാവ്, എക്സലന്റ്. എത്ര ബ്യൂട്ടിഫുൾ അല്ലേ? എന്തിനാ വായം പൊളിച്ചേക്കുന്നത്? മിക്കവാറും എല്ലാ എയർപോർട്ട് ഇതുപോലെ തന്നെയാ. ഒരു സിറ്റി കൊണ്ട് കാണിച്ചു തരാം. വാടി, സിറ്റി കാണിക്കാന്ന്. അയാൾ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കണ്ടില്ലേ, ഇതാണ് അയാളുടെ ക്യാരക്ടർ. എന്തിനിങ്ങനെ നോക്കുന്നേ? എന്താ ഇത്ര കാണാൻ? ഈ പ്രായത്തിൽ നോക്കില്ലേ പിന്നെ എപ്പോഴാ മോളെ നോക്കുന്നത്? നോക്കിയിട്ട് എന്ത് കിട്ടാനാ? ദർശന സുഖം. അതെ, ദർശന സുഖം. ആണുങ്ങളുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ സ്വയം ആസ്വദിക്കുക മാത്രമല്ല 10 പേരോട് പെരുപ്പിച്ച് പറഞ്ഞു നടക്കുകയും ചെയ്യും. കറക്റ്റാ ചേട്ടൻ പറഞ്ഞത്. ഞാനാണെങ്കിൽ അത് പറഞ്ഞു പെരുപ്പിച്ചൊരു മഹാസംഭവം തന്നെയാക്കും. അതിലെന്താ ഇത്ര പെരുപ്പിച്ച് പറയാനുള്ളത്? സപ്പോസ് ഒരു പെൺകുട്ടിയെ നോക്കി ചിരിച്ചു വെച്ചോ, എന്റെ ഫ്രണ്ട്സിനോട് സെൽ നമ്പർ തന്നു പറയും. ശരിക്കും സെൽ നമ്പർ തന്നു തന്നെ ഇരിക്കട്ടെ, എന്നെ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചെന്ന് പറയും. അപ്പൊ ശരിക്കും വിളിച്ചാലോ? അവൾ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ലാവിഷായിട്ട് തലോടിയെന്ന് പറയും. അത് സത്യമാണെങ്കിൽ? തലോടിയെന്ന് മാത്രം ഞാൻ പറയുന്ന വിചാരിച്ചോ? ഏയ്, ഉമ്മ വെച്ചു എന്നും പറയും. ഒരുപക്ഷെ ശരിക്കും ഉമ്മ വയ്ക്കുവാണെങ്കിലോ? എന്താ പറയാ, അന്ന് മുഴുവൻ ഞങ്ങൾ എല്ലാം മറന്ന് എൻജോയ് ചെയ്ത് കളിയാന്ന് പറയും. അതെ, ഇപ്പോ എന്താ കോഫി മാത്രം മതി എന്ന് പറഞ്ഞത്? സ്നാക്സ് ഒന്നും കഴിക്കില്ലേ? കഴിക്കാറില്ല. അതാ ഫിറ്റായിട്ട് സുന്ദരിയായിട്ട് സ്ലിം ആയിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത്. ഞാൻ അതിനത്ര സ്ലിം ഒന്നും അല്ലല്ലോ, കുറച്ച് ഫാറ്റ് ആണ്. നോ, നിങ്ങൾ എത്ര തന്നെ കഴിച്ചാലും ഫാറ്റ് ആയില്ല. കാരണം നിങ്ങൾ ഓൾറെഡി തന്നെ ഫാറ്റാ. ഇപ്പോഴൊക്കെ എല്ലാവർക്കും ഫാറ്റ് ആയിട്ടിരിക്കുന്ന വളരെ ഇഷ്ടം, അറിയില്ലേ? അതെങ്ങനെയാ പറയുന്നേ? എങ്ങനെയാണെന്ന് വെച്ചാ, ഓ സോറി, എനിക്ക് ജോത്സ്യമൊക്കെ കുറച്ച് നന്നായിട്ട് അറിയാം. അങ്ങനെയാണോ? എങ്കിൽ പറഞ്ഞോളൂ. ചെറുതായിട്ടൊന്ന് തൊട്ടോട്ടെ കയ്യില്. വെയിറ്റ്.
നല്ലപോലെ പഠിക്കും നിങ്ങളല്ലേ? കറക്റ്റ്. മിക്കവാറും ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവും. ശരിയാണോന്ന് പറയണം. ശരിയാ. വീട്ടിലെ ഒരേ മകൾ. അതെ. മുൻകോപക്കാരി. പിന്നെ ചോദിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. ചോദിച്ചോളൂ. ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇതുവരെ ഇല്ല. എന്നാ ഇനി മുതല് പ്രേമിക്കാൻ ആരംഭിക്കും. പിന്നെ ഉറക്കത്തിൽ ചിരിക്കാറുണ്ടല്ലേ? അടുത്ത ആഴ്ച നമ്മൾ ടൂറിന് പോകും. നീ ഫോൺ ചെയ്ത് നാളെ വരില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും കേട്ടാ. എക്സ്ക്യൂസ് മീ, എനിക്കൊരു പിസ്സ വാങ്ങി തരുമോ? ഓ, തന്റെ സെറ്റപ്പ് ആണോ? I don't know. I want to disturb you. ഇതിങ്ങനെ സൈഡിൽ നോക്കിയിട്ട് പോലെയുണ്ട്. നിങ്ങൾ മിസ്റ്റർ സത്യല്ലേ? എന്റെ സുഹൃത്താ മധു. ഇവർക്ക് ഇനി പേരിട്ടിട്ടില്ലേ? ഈ ഹായുടെ പേര് ഹരിത. എന്തായാലും എന്താ ഇവന്റെ നാണം മാറ്റിയെടുത്തല്ലോ, അത് മതി എനിക്ക്. അത് പിന്നെ ഇന്ന് വരെ ഇവൻ ഒരു പെണ്ണിന്റെ അടുത്ത് പോലും ഇരുന്ന് സംസാരിച്ചിട്ടേ ഇല്ല. ചുമ്മാരി. അതേന്നെ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇവന് അറിയേയില്ല. എന്നാ ഇവനും ഒരു പെണ്ണിനോട് സംസാരിച്ചിട്ടുണ്ട്. സത്യം പറയണ്ടാ, സത്യം പറയട്ടെ. നമ്മൾ രണ്ടും അങ്ങനെ ഇടപെടുകയത് നിങ്ങളോട് ഞങ്ങൾ സത്യം പറയാൻ പാടില്ലേ? ഇവന്റെ അയലത്ത് ഒരു ഫിഗർ വന്ന് താമസിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞോളൂ. ഇവനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ടൈറ്റ് ആയിട്ട് ജീൻസും ടീഷർട്ടും ഇട്ട് ഇവന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഇവൻ കാണാത്ത പോലെ നിൽക്കും. അവള് ഫുൾ പാന്റ് മുക്കാലാക്കി കുറച്ചു. എന്നിട്ട് ഇവൻ മൈൻഡ് ചെയ്തില്ല. അവസാനം ആ പെണ്ണ് എന്താ ചെയ്തെന്നറിയോ? അവളുടെ റവുകൾ ഹീറോയിനെ പോലെ ഷർട്ട് മാത്രം ഇട്ടോണ്ട് വന്ന് കാലും കാണിച്ചോണ്ട് നിന്നു. എന്നിട്ട് ഇവൻ അനങ്ങിയതേ ഇല്ല. എന്തിനധികം ഇങ്ങനെ പോയാലേ ടിവിയിൽ വരുന്ന ഫിഗറിനെ പോലെ എഴുന്നേറ്റ് വരുവാണെന്ന് ഇവനോട് പറഞ്ഞതിന് ശേഷമാ ഇവൻ പോയി അവളോട് സംസാരിച്ചത്. എന്താ സംസാരിച്ചെന്നറിയോ? അവളുടെ അടുത്ത് ചെന്ന്, സിസ്റ്റർ, നമ്മുടെ നാടൻ കൾച്ചറിന് പാവാടിയും താവണിയാണ് നല്ലത്, അത് ഇട്ടോണ്ട് വാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. ഇവൻ ഒരു സുന്ദരി കുട്ടിയെ നോക്കി ഒരു ചെറുക്കൻ സിസ്റ്റർ എന്ന് വിളിച്ച ആരാ സഹിക്കാ? പറഞ്ഞാട്ടെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പിൽ നിലനിൽക്കണമെന്നാ എന്റെ ആഗ്രഹം. ഓക്കെ, ശരി. ഇന്നത്തെ ഈ ട്രീറ്റിന് ഞാൻ കാശ് കൊടുക്കുന്നു. അയ്യോ, നിങ്ങൾ എന്തിനാ കൊടുക്കുന്നേ? പേഴ്സ് അവധിയല്ലേ? എടാ, വേണ്ടടാ, തെറ്റ് ചെയ്യരുത്. വേണ്ട. പണ്ടാരക്കാലിനെ വീടുന്ന ലക്ഷണമില്ലല്ലോ. എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? അല്ല, ആ പെണ്ണ് ഇപ്പോഴും അവിടെ തന്നെയാണോ? അറിഞ്ഞൂടാ, ഞാൻ ഗവനിക്കാറില്ല. പെണ്ണെന്ന് പറഞ്ഞാ കാണാൻ മഹാലക്ഷ്മിയെ പോലെ നല്ല സുന്ദരിയായിരിക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാ നിങ്ങളെ പോലെ. ഇടയ്ക്കിടെ സിനിമ കാണാറുണ്ടോ? ഏത് ഹീറോയെ കൂടുതൽ ഇഷ്ടം? രാജേന്ദ്രൻ. ഈ കഥ, തിരക്കഥ, സംഭാഷണം, പാട്ട, ക്യാമറ, സംവിധാനം ഇതെല്ലാം ഒരാൾ തന്നെ ചെയ്യൂല? അയാളാണോ? അയാള് തന്നെ. എന്താ എനിക്ക് അയാളെ ഇഷ്ടം? അയാൾ ആ പടത്തിലെ അവസാനം വരെ നായികയെ തൊട്ടുപോലും നോക്കില്ല. ഇതുമല്ലാത്ത കഷ്ടം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടം. അങ്ങനെ തൊടാത്തോണ്ട് അയാളുടെ പടത്തിലൊന്നും ലവ് സക്സസ് ആകത്തെന്നാ തോന്നുന്നത്. Please. Wait for some time. Daddy, അവിടെ ഇരിക്ക്. Welcome, sir. Thank you. സുഖമാണല്ലോ അല്ലേ? നൈസ് പെർഫ്യൂം. ഇങ്ങോട്ട് നോക്കങ്ങൾ, ഇതേ ഫ്ലൈറ്റിൽ തന്നെ. ഏയ്, ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ഇത് നാട്ടുമ്പുറത്തിൽ ഓടുന്ന സർക്കാർ വണ്ടിയൊന്നും അല്ല മോളെ. ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ. ഇതെന്റെ സീറ്റാ, കൈയെടുക്ക്. അത്രയ്ക്ക് കൺട്രോളില്ലേ? എന്നെ പോലെ സുന്ദരൻ അടുത്തിരുന്ന പോലെ പ്രേമത്തിൽ വീടുവന്ന പേടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ചെല്ലു മോളെ, പൊയ്ക്കോ, ചെല്ലു. ദേ, ഫ്ലൈറ്റിനെ സേഫ് ആയിട്ട് എത്തിക്കുന്നത് ജാക്കറ്റിനുള്ളിൽ ലോക്കറ്റ് അല്ല, ആ കോക്പിറ്റിലെ പൈലറ്റാ. ഇതെന്റെ അമ്മയുടെ, എന്റെ സെന്റിമെന്റ്. ഓക്കെ, സോറി. എന്നാ ബെൽറ്റ് ഇടും. അത് ഇയാള് പറഞ്ഞിട്ട് വേണം. ഹേയ്, ഇതിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് താൻ ലൗവില് വീണില്ലെങ്കിലും ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ മൂക്കൂത്തി വീഴേണ്ടി വരും. സോറി. സോൾട്ട് തന്നെ. പെപ്പർ. എവിടെ പോയോ?
ഏത് ചോറി പിടിച്ചോണ്ടുണ്ടാക്കിയാണോ എന്തോ. പറഞ്ഞിട്ടെന്താ, വിമാനമല്ലേ, കഴിക്കാതെ പറ്റില്ലല്ലോ. ഓക്കെ, എന്തായാലും കഴിക്കല്ലേ. ചെറിയുടെ പോയി ഹങ്കാരി. നോ, ദിസ് വൺ ഈസ് ടേസ്റ്റി. താങ്ക് യു. ഇതവര് സീരിയസ് ആയി എടുത്തിരുന്നെങ്കിലും. ഒരിക്കലുമില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് നന്നായി അസ്ട്രോളജി അറിയാം. നിങ്ങൾക്ക് അസ്ട്രോളജി അറിയോ? എങ്കിലൊന്ന് പറയാമോ? എന്റെ കൂടെ ഒന്ന് പറയൂ പ്ലീസ്. എന്റെ നോക്കുന്നേ. ആദ്യം ഞാൻ നോക്കട്ടെ. ഞാനല്ല ആദ്യം പറഞ്ഞേ. എന്റെ കൈ ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും നോക്കാം. എല്ലാം കൂടെ ഒന്നിച്ചു പറ്റില്ലല്ലോ. ആദ്യം കിടക്ക്. ഇതെന്താ ലവ് സിമ്പിൾ വരയ്ക്കുന്നേ? നീ ലവിൽ വീഴോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കിയാലും അറിയാം. വീഴും കേട്ടോ. അവൻ ആളത്ര സാധാരണക്കാരനൊന്നുമല്ല, സുന്ദരനാ. കണ്ടിട്ട് അവനും വീഴുന്ന ലക്ഷണം തന്നെ. ഇല്ലെങ്കിൽ നോക്കി. എന്താ സാർ, സ്നേഹം പ്രകടിപ്പിക്കാൻ പോവാ? അല്ല, സത്യം പറയാൻ പോവാ. ഹായ്. ഒന്നിരുന്നോട്ടെ. വേണ്ട, അവിടൊക്കെ സീറ്റ് ഒഴിഞ്ഞെടുക്കല്ലേ. നീ ഒഴിവാക്കുന്ന കണ്ടിട്ട് നിന്റെ കാമുകന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് തോന്നുന്നു. അതെ, നിന്റെ നിഴൽ പോലും അങ്ങനെ മേൽ തട്ടാൻ പാടില്ല. ആദ്യം ഇവിടെ നിന്ന് പോയി തരുവോ? ഏയ്, നീ പാലായി കടഞ്ഞെടുത്ത അമൃത. ആ കുട്ടിക്കൃഷ്ണനെ മാത്രം ഒന്ന് കണ്ടിട്ട് പോയേക്കാം പ്ലീസ്. അന്ന് പറഞ്ഞതുപോലെ നീ ആ റാസ്കലിനെ പറ്റി എന്തെങ്കിലും എന്നോട് പറഞ്ഞാലേ ഞാൻ എഴുന്നേറ്റ് പോയി കളയും. ചേച്ചേ, ഈ സമയത്ത് അവനെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. ഞാൻ അവനെ മറന്നാലും നീ അവനെ ഓർക്കുന്നില്ലേ ഇപ്പോഴും? അതാ അവന്റെ സ്പെഷ്യാലിറ്റി. ദേവ് അന്നല്ലേ ഞാൻ പറഞ്ഞ പെങ്കോന്തൻ. മിണ്ടരുതെന്ന് വിചാരിച്ച പോലും കൃത്യസമയത്തെത്തി. കള്ളൻ റോസ് കൊണ്ടുവന്നിരിക്കുന്നു. പുതുതായിട്ട് ആരെയോ കറക്റ്റ് ചെയ്യാൻ പോകുന്ന ലക്ഷണമുണ്ട്. മുൻപ് എന്നെയായിരുന്നു കറക്റ്റ് ചെയ്തത്. പിന്നീട് അവൻ കറക്റ്റ് ചെയ്തതിന് എന്നോട് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ പെണ്ണിന് വേണ്ടി ഞാനും അതിന് സമ്മതിച്ചു. ഇപ്പൊ വേറെ ആരെയോ കറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. ഇവന്റെ പണി ഇത് തന്നെയാ. പറയുന്നേ ആരാണെന്നറിയോ? എന്റെ ലവറാ. ഇയാളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഇനി എന്തെങ്കിലും ഇങ്ങനെ പറ്റി പറഞ്ഞാലേ. ഇവള് നിന്നെ പറ്റി എന്തൊക്കെയോ പറയുന്ന സത്യം. ഇവൾക്ക് വേണ്ടി നീ ബാങ്കിൽ ജോലിക്കായിരുന്നു പോലും. അതുമല്ലാതെ എന്തിനതൊക്കെ പറയുന്നു? ഇവളോട് പറഞ്ഞ് എന്നെ കട്ട് ചെയ്ത് വിടാനെന്ന്. ഭയങ്കര മുഖത്തോട് മുഖം നോക്കിയപ്പോ ഒന്നും പറയാൻ വയ്യാതെ ശ്വാസം മുട്ടി നിൽക്കുന്നു. അല്ല സത്യേ, നിന്നെ കുറിച്ച് അവൾ ഇത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഇവളെ നോക്കി നീ ആരാണെന്ന് ചോദിക്കേ. ഇവളെ കണ്ടിട്ട് നീ ആരാണെന്ന് അറിയില്ലെന്ന് പറ. നീ ഒന്ന് പറ, ഞാൻ വിശ്വസിക്കാം. എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന? ഇവള് പറഞ്ഞതൊക്കെ കള്ളവല്ലേ? അല്ല, എല്ലാം സത്യം തന്നെ. ഇന്നലെ വരെ എനിക്ക് നിന്നോടുണ്ടായിരുന്ന പ്രേമമല്ലായിരുന്നു. എന്നാ ഇപ്പൊ അല്ലല്ല, ഞാൻ പറഞ്ഞെല്ലാം പച്ചക്കള്ള. എങ്ങനെ ഇതെല്ലാം കള്ളമെന്ന് ഞാൻ പറയും? അപ്പോ പ്രേമിച്ചത് പഴകിയത്
ഇല്ല ഹരിത. മിണ്ടരുത്. വേണ്ട. എന്റെ പേര് വിളിക്കാൻ പോലും നിനക്ക് അർഹതയില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട. നീ പറഞ്ഞതൊക്കെ കേട്ട് നശിച്ചത് മതി. എന്തിനാ എന്നെ വഞ്ചിച്ചത്? ഇനി നീ എന്നെ പലതും പറഞ്ഞു വഞ്ചിരിക്കും. എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാ? ഇല്ല ഹരിത. അയ്യോ, ദൈവ വഞ്ചിച്ചില്ലേ? കരയാതിരിക്കും, കരയാതിരിക്കും പ്ലീസ്. അയ്യോ, ഞങ്ങളുടെ കോളേജിനടുത്ത് ട്രാം സ്റ്റോപ്പ് ഇല്ലല്ലോ. എക്സ്ക്യൂസ് മീ സർ, എനിക്കിന്ന് എക്സാം ആണ്. എന്നെ ഒന്ന് സെന്റ് മേരീസ് കോളേജ് വരെ ഡ്രോപ്പ് ചെയ്യാമോ? लाइसेंस दिखाओ. रुकिए रुकिए रुकिए. लाइसेंस निकाल. ലൈസൻസ് റൂമിലാണ് സർ. सी बुक कहाँ है? അതും റൂമിലാണ് സർ. 500 रुपीस फाइन दो. അതും റൂമിലാണ് സർ. 500 രൂപ പോലും ഇല്ലാതെ എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങിയത്? തന്റെ ഒരു ഗ്ലാസും ജീൻസും ബൈക്കും. താനെന്തിനാ ചൂടാവുന്നേ? ഫൈൻ പോലീസല്ലേ ചോദിച്ചേ? 500 രൂപ പോലും പോക്കറ്റിൽ ഇല്ലാതെ എന്തിനാണ് ലിഫ്റ്റ് തന്നത്? ലിഫ്റ്റ് തരാൻ കൈ പൈസയല്ല, വണ്ടി പെട്രോളാ വേണ്ടത്. അയ്യോ, എനിക്ക് എക്സാമിന് ടൈമായി. हेलो मैडम, आप दोनों झगड़ा घर में करेगा. पहले 500 रुपीस फाइन दो. വേഗം കൊടുത്തു. ദാ സർ. എന്റെ കഷ്ടകാലത്തിന് തന്റെ ബൈക്കിൽ കയറിയത്. ടാക്സി വന്നിരുന്നെങ്കിൽ 50 രൂപ ആവുള്ളായിരുന്നു. ഇപ്പൊ 500 രൂപ ലോസ്. ലോസൊക്കെ നമുക്ക് തീർക്കാം. नंबर देखो. बस ये हॉल टिकट. മൈ ബാഗ്. ദൈവമേ, എന്റെ ബാഗ്. ഹോൾ ടിക്കറ്റ് അതിലായിരുന്നല്ലോ. ഹലോ, 50 രൂപ എടുത്ത് ടാക്സി വന്നിരുന്നെങ്കിലേ ബാഗ് അങ്ങ് പോയനെ. ബസ്സിൽ കയറുമ്പോ ടിക്കറ്റും എക്സാമിന് പോകുമ്പോ ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറക്കരുത്. ചെല്ലേ, പോയെഴുതിക്കും. പാസ്സാകും. സമയം കളണ്ട, ചെല്ലേ. ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ ഓക്കെ. അമ്മേ, അമ്മേ. ആ, എന്താടാ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ? കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ബസ് സമരമായിരുന്നമ്മേ. എക്സാമിന് ലേറ്റ് ആവുമല്ലോ എന്ന് കരുതി വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഒരുത്തൻ ലിഫ്റ്റ് തന്നത്. കാണാൻ 6.5 അടി പൊക്കമൊക്കെ ആയിട്ട് നല്ല ഹാൻഡ്സം ആയിരുന്നമ്മേ. പക്ഷെ പോലീസ് പിടിക്കുന്നവരെ അറിയില്ലായിരുന്നു അയാളുടെ കയ്യിൽ 10 പൈസ പോലും ഇല്ലാന്ന്. വണ്ടിക്ക് പേപ്പറും ഇല്ല, കയ്യിൽ ലൈസൻസും ഇല്ല. അയാൾ ആ വണ്ടി എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിയതാവുന്ന എനിക്ക് തോന്നുന്നേ. എന്താ വേണ്ട നിങ്ങക്ക്? അല്ല, ഇപ്പൊ പറഞ്ഞൊക്കെ എന്നെ കുറിച്ചാണേ. ഇങ്ങോട്ട് വന്നേ. താൻ എന്താ പറഞ്ഞത്? ഞാൻ ബൈക്ക് മോട്ടിച്ചെന്നു, കള്ളനാണെന്ന്. അല്ല, പാവന്നൊന്ന് ലിഫ്റ്റ് തന്നാ എന്റെ തെറ്റ്. ആന്റി ചായ വേണ്ട, കാപ്പി മതി കേട്ടോ. ഇപ്പൊ എടുക്കാം. അല്ലടോ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ താൻ എന്നെ കുറിച്ച് ഈ കൽക്കട്ട മുഴുവൻ കുറ്റം പറഞ്ഞു വരുന്നത് വരുന്നില്ലേ? അത് മാത്രമേ കേട്ടുള്ളൂ. ഇടയ്ക്ക് ഞാൻ ഹാൻഡ്സ് എന്നും പറഞ്ഞായിരുന്നല്ലോ, അത് കേട്ടില്ലായിരുന്നോ? ഓ, പറഞ്ഞായിരുന്നല്ലേ, താങ്ക്സ്. അല്ല, ഇതും കൂടെ കൊണ്ട് പിടിച്ചോ. ഇതിന്റെ പേര് ഇനി കള്ളെന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ തനിക്ക് നാക്കിത്തിര കൂടുതലാട്ടോ. അതെ, പെണ്ണുങ്ങൾ തമ്മിൽ പലത് സംസാരിച്ചെന്നിരിക്കും. അതൊക്കെ ജനലിനടുത്തൊന്ന് മറിഞ്ഞു നിന്ന് കേൾക്കുക മോശല്ലേ? അത് ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല, ആ റോഡിൽ കൂടെ പോയപ്പോ കേട്ടതാ. നിങ്ങൾ ഇവിടെ എന്ത് സീരിയൽ കഥ വേണേലും പറഞ്ഞു, പക്ഷെ എന്നെ കുറിച്ച് എന്തിനാ പറയുന്നത്? വേണ്ട ടീ, ഇനി ഇതിന്റെ പേരിലായിരിക്കും അതൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നാക്കിത്തിര കൂടുതലാ. അവൾ അങ്ങനെയാ മോനെ, അതൊന്നും കാര്യമാക്കണ്ട. കഴിക്കും. കാര്യമാക്കണ്ടല്ലേ? കാര്യമാക്കണ്ട, കാര്യമാക്കണ്ട. കാര്യമാക്കാതിരിക്കുമ്പോ കാര്യാവോ? കോഫി വളരെ നന്നായിട്ടുണ്ട്, ഈ കുട്ടിയെ പോലെ. എന്തോ ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ട് ഏതോ അടുപ്പമുള്ള ഒരാളെ പോലെ എനിക്ക് തോന്നുന്നത്. അടുപ്പം തോന്നും. നല്ല ഫ്രോഡുകളുടെ ലക്ഷണം അതൊക്കെ. അയാളൊരു കള്ളനമ്മേ. ഒന്ന് പതുക്കെ പറ, അയാൾ കേൾക്കും. കേക്കൊന്നുമില്ല, അയാൾ നേരത്തെ പോയില്ലേ? ഞാൻ നേരത്തെ പോയില്ല. ഞാൻ പറഞ്ഞില്ലേ ആന്റി, പോയ ഉടനെ തുടങ്ങുമെന്ന്. എന്നാലും എന്നെ കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഓക്കെ, എന്തോ കാര്യമുണ്ട്. ഇനി ഇതും ഇയാള് തന്നെയാണോ?
ഹലോ നന്ദനി നന്ദനി എന്താ ഒന്നും മിണ്ടാതെ? സംസാരിക്ക് നന്ദനി. ഹലോ അയ്യോ നിങ്ങൾ തന്നെ വെച്ചോളൂ. വേണ്ട വേണ്ട. സാരില്ല, നിങ്ങൾ തന്നെ വാങ്ങിച്ചോളൂ. ഓക്കെ, തന്നേക്ക്. അയ്യോ 1000 രൂപ പോയി. വെയിറ്റ്. എത്രയാ? 1000 രൂപ. സോറി കേട്ടോ. എന്ത് സോറി? എന്തിനു ഒരു സോറി? നിങ്ങളുടെ പേരെന്താ? സോറിന്നാ? അല്ലെന്നേ, ഹരിത. എന്തിനാ നിങ്ങൾ എപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നത്? ചോദിച്ചാ സോറി എന്ന് പറയും. ഹലോ സിസ്റ്റർ, ഹലോ സിസ്റ്റർ, ഹലോ ബ്രദർ, ഒന്നിങ്ങി വന്നേ, എല്ലാരും വന്നേ, ഹലോ ഒന്നിങ്ങി വന്നേ, എല്ലാരും ഒന്ന് വന്നേ. എന്താണെന്ന് ചോദിച്ചേ. ഇന്നലെ ഇതുപോലെ തന്നെ ഞാൻ മാർക്കറ്റിൽ നിൽക്കായിരുന്നു. ഇവരിതുപോലെ വന്നു, തെറി പറഞ്ഞു, സോറി ചോദിച്ചു, പോയോ ഇല്ലയോ? അതെ. ഇന്നാണെങ്കിലോ ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ഗ്ലാസ് ഐറ്റം താഴെയിട്ട് പൊട്ടിച്ചിട്ട് സോറി ചോദിക്കുന്നു. ചോദിച്ചോ ഇല്ലയോ? ചോദിച്ചോ? അല്ല, എപ്പോ നോക്കിയാലും എന്തിനാ എന്നെ തന്നെ ഫോളോ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ മാഡം പ്രശ്നം? അല്ല, ആക്ച്വലി എന്താ നടന്നെന്ന് വെച്ചാ. എന്താ ആക്ച്വലാ നടന്നതും ആക്സിഡന്റിൽ നടന്നതും? ഇന്നലെ അവിടെ വന്നു, ഇന്ന് ദേ ഇവിടെ വന്നിരിക്കുന്നു. നാളെ എവിടെയാ വരാൻ പോകുന്നത്? ഹലോ, ഞാൻ അങ്ങനത്തെ പെണ്ണൊന്നും അല്ല. ആഹാ, ആള് കുറച്ച് കൊള്ളാൻ തോന്നിയാ മതിയല്ലോ, വളച്ച് പോക്കറ്റിലാക്കും അല്ലേ? ഹലോ, സൂക്ഷിച്ച് സംസാരിക്കേ. നിങ്ങൾ വരും, നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ തന്നെ തെറി വിളിക്കും. എന്താ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? ഇതാണ് ലാസ്റ്റ്. ഇനി മേലെ എന്നെ ഫോളോ ചെയ്യാനൊന്നും പാടില്ല. ഗുഡ് മോർണിംഗ് മാഡം. നമ്മുടെ കുട്ടിയാട്ടോ. ഡൗട്ട് വല്ലോണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുത്തേക്കണേ. ആരാ അയാള്? ഒരു ദിവസം എനിക്കൊരു ലിഫ്റ്റ് തന്നു മാഡം, അത്ര തന്നെ. അന്ന് മുതൽ എന്റെ പിന്നാലെ നടക്കുക. അതെയോ? ഇവനെ എന്റെ ബ്രദർ കൈകാര്യം ചെയ്തോളൂ. ഏട്ടാ, ഞാൻ കമലയാ. കോളേജിനകത്ത് വന്ന് ഏതോ ഒരുത്തൻ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഏട്ടനൊന്ന് വേഗം വരണം. ഞാൻ വരുന്നത് വരെ അവൻ ഇവിടെ പിടിച്ചു നിർത്ത്. വരാൻ ഇത്തിരി താമസിക്കും. വരുന്നത് റിക്ഷയില്ല. ഓക്കെ ഏട്ടാ. എന്താടാ ഇവിടെ ഇരിക്കുന്നത്? ചുമ്മാ ഇരിക്കേട്ടാ. ചുമ്മാ ഇരിക്കാനാണെങ്കിൽ ഹൗറ ബീച്ചിൽ എങ്ങനെ പോകരുതോ? പൈസ കയ്യിലുണ്ടെങ്കിൽ വിക്ടോറിയ മൗണ്ടനിലും പോയിരിക്കാം. കാളേജ് നിനക്ക് എന്താ കാര്യം? ഇത് ചോദിക്കാൻ നമ്മൾ ആരുവാ? സച്ചിൻ ടെണ്ടുൽക്കറുടെ സത്താറുടെയും തല്ലി നേടാൻ ആർക്ക് കഴിയില്ലെന്ന് ഓർത്താൽ നന്നായിരിക്കും. സത്താറിനോട് കളിക്കാൻ നിൽക്കാതെ വേഗം സ്ഥലം വിടറാ. സത്താറിനോട് കളിച്ചാൽ നിന്റെ ശവം വീഴൂടെ. സത്താർ ആരാണ് ചേട്ടാ? തള്ളി. ഏയ് ചോട്ട പച്ച, റിക്ഷയിലൊന്നും ഈ അണ്ണൻ റൗഡിയല്ലെന്ന് കരുതരുത്. സത്താറാ ഇത്. ഇയാളാ. ഞാനൊന്ന് കണ്ണടച്ച് തുറക്കും മുമ്പ് നീ ഇവിടെ നിന്ന് പോയിരിക്കണം. നിക്കാലോ ഹംസേ. എന്നാ കണ്ണു തുറക്കല്ലേ, അവൻ പോയിട്ടില്ല. ഓക്കെ, ശരി. ഹംസേ നിക്കാലോ. എന്താണോ ഇത്? തനിക്ക് ഇത്ര റൗഡി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെന്നുള്ള നേരത്തെ പറയണ്ടേ? ഞാനാകെ പേടിച്ചു പോയി. കത്തിയെടുത്ത് കുത്തിയിരുന്നെങ്കിലോ? ഞാൻ പൊക്കോളാം. നമസ്കാരം. നിന്റെ സുന്ദരമായ കണ്ണുകൾക്ക് നമസ്കാരം, ഭംഗിയുള്ള ഈ ചുണ്ടുകൾക്ക് നമസ്കാരം, ആകെ മൊത്തം ഈ ഗ്ലാമറിന് നമസ്കാരം ഉണ്ടേ. നമസ്കാരം. മൈ ബ്രദർ. എന്റെ കൈയുടെ പരിപ്പ് തീർക്കാൻ ആരെങ്കിലും കൊണ്ട് തടയുവണ്ണ. ജയ് സച്ചിൻ. ഇതെന്താ സ്വപ്നമാണോ സത്യമാണോ? അവള് തന്നെയാ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? എടാ ഹരിത ഇങ്ങോട്ട് വരുന്നുണ്ടാ. അവളെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചയക്കടാ. അതൊക്കെ അവളിനി മേലെ ഇങ്ങോട്ട് വരാൻ പാടില്ല. അതുപോലെ എന്തെങ്കിലും പറഞ്ഞേക്ക്. ഞാൻ അകത്ത് വിളിച്ചിരിക്കാവേ. ഒന്ന് പോസ് കാണിച്ചാലോ? ഹലോ, മൈക്രോസോഫ്റ്റ് കമ്പനി, ബിൽഗേറ്റ്സ് ഉണ്ടോ? ഞങ്ങളുടെ കമ്പ്യൂട്ടർ കുറച്ച് ഹാങ് ആയിരിക്കുന്നു, ഒന്ന് വന്ന് നോക്കാൻ പറയണം. ഇല്ലെങ്കിൽ മാറ്റി തരാൻ പറയൂ. ഹലോ, പ്ലീസ് കമിൻ. വന്നേ. നിങ്ങളെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അന്ന് കോഫി ഷോപ്പിൽ വെച്ച് കണ്ടു അല്ലേ? യു ആർ ഹരിത, isn't it? അതെ.
ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സാ. ഞാൻ മുമ്പ് ഫോൺ ചെയ്ത് മാർക്കറ്റിൽ വരാൻ പറഞ്ഞു മഞ്ഞ കളർ ഷർട്ട്. അതെ, അതുപോലൊന്നും പെൺകുട്ടികൾക്ക് ഫോൺ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് സത്യാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോ ICICI ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടിരിക്കുക. എന്തിനാ നിക്കുന്നേ? ഇരിക്കുന്നേ. വേണ്ട സാരില്ല. വാട്ട് ക്യാൻ വി ഡു ഫോർ യു? സത്യ ഇല്ലേ? സത്യ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് വരാറേ ഇല്ല. അവന്റെ അച്ഛന്റെ ബിസിനസ് നോക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിൽ ടൂർ ചെയ്യാണ് അവൻ. ഫോൺ ചെയ്തിട്ടും എടുക്കുന്നില്ല. ഞങ്ങൾ ചെയ്തിട്ടും എടുക്കുന്നില്ല. വളരെ ബിസിയാണെന്നാ തോന്നുന്നേ. സത്യ വന്നാലൊന്ന് ഫോൺ ചെയ്യാൻ പറയൂ. വന്നാ തീർച്ചയായിട്ടും പറയാം. ശരി, വരട്ടെ. ഓക്കെ, ബൈ. See you, sister. Come to Savannah sometime. We will have dinner, okay? കട്ട് ചെയ്യാൻ പറഞ്ഞ എന്തൊക്കെയാണ് പറയുന്നത്? ഏയ്, കട്ട് ചെയ്യാൻ എന്താടാ ഓട്ടോമീറ്റർ ആണോ ഇത്? ഞങ്ങൾ ആർട്ടിഫിഷ്യൽ വിളക്കാണെന്ന് വിചാരിച്ചത്. ഇപ്പൊ സംസാരിച്ചപ്പോഴാ മനസ്സിലാവുന്നത് അത് പൂജക്ക് ഉപയോഗിക്കുന്ന കുത്തുവിളക്കാണെന്ന്. ഞങ്ങൾക്ക് ഫീലിംഗ് ആയടാ. പാവടാ അവള്. ചേട്ടാ, ഞാനെന്തോ കുറ്റം ചെയ്ത പോലാണല്ലോ പറയുന്നത്. സെറ്റ് ചെയ്യാൻ നോക്കി പറ്റിയില്ല, കട്ട് ചെയ്യാൻ നോക്കുന്നു. മനസ്സിലാക്കി പോകേണ്ടതിന് വരെ എന്റെ പുറകെ വന്ന് ഞാനെന്ത് ചെയ്യാനാ? പാവ, അതിന്റെ സമയം ശരിയില്ല. നീ ചെയ്യുന്നൊക്കെ ശരി തന്നെ. ചേച്ചി ആരെങ്ങനെ വന്ന ചേച്ചി? സത്യ കണ്ടോ ചേച്ചി? ഇല്ല, ആളവിടെ ഇല്ല. ഇല്ലെന്നോ? അങ്ങേർക്കും ചേർത്ത് ഈ ചായ കൊണ്ടുവന്നേ. വാ ചേച്ചി. വാ ചേച്ചി, ചെറിയ പിള്ളേരെ പോലെ. സത്യന്റെ അകത്തോട്ട് ഞാൻ കാണിക്കാം. വാ ചേച്ചി. ഏട്ടാ ഏട്ടാ ഏട്ടാ. അല്ല സത്യേ, നീ എപ്പോഴാ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നേ? ഇപ്പോഴാ ഇവര് നിന്നെ അന്വേഷിച്ചിട്ട് പോയത്. വീണ്ടും വന്നിരിക്കുകയാണ്. നീ ബാക്ക് എൻഡ്സിൽ കൂടെ വന്നല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കോ. ഞങ്ങൾ വേൾഡ് ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. പക്രിമാരി എന്നിട്ട് നീ കൈയും പിടിച്ചോണ്ട് വരിക. ഏട്ടാ ഏട്ടാ റൂമില്ലെന്ന് അവര് ചേച്ചിയോട് കള്ളം പറഞ്ഞു. ഏട്ടാ, ഞാൻ സത്യം പറഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു നിമിഷം, ചെറുക്കന് പഴയ ബാക്കി കുറച്ച് കൊടുക്കാനുണ്ട്. അകത്ത് കൂട്ടിക്കൊണ്ട് കൊടുത്തിട്ട് വന്നേക്കാം. അതവിടെ വെച്ചിട്ടെങ്കിൽ വാടാ. ഒരുപാട് ദിവസത്തിന്റെ ബാക്കിയാ, ഞാൻ വാങ്ങിച്ചു തരാം. വാടാ മോനെ, ഇന്ന് നിനക്ക് ബാക്കിയെല്ലാം ചേർത്ത് തരാടാ. ഏട്ടാ തായേട്ടാ. നിന്നോട് ആരാടാ കുട്ടികൾ വരാൻ പറഞ്ഞത്? എല്ലാ ഭാഗ്യം തന്നു. ചേട്ടൻ റൂമിൽ ഇല്ല. ഇവിടെ ഉണ്ടായിട്ടും ഇല്ലെന്ന് പറയുന്നല്ലോ. ഇനിയും നിന്റെ ദേഷ്യം തീർന്നില്ലേ? എന്തിനെങ്ങനെ കാണിക്കുന്നേ? ഹരിത, നീ വിചാരിക്കുന്ന പോലെ ഞാൻ നല്ലവനല്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതെ, മിനിഞ്ഞാന്ന് കണ്ട് ഇന്നലെ പരസ്പരം ലവ് ലെറ്റർ കൈമാറി ഇന്നോട്ട് പ്രേമിക്കാൻ തുടങ്ങിയതല്ലേ? നിന്നെ പറ്റി എനിക്കറിയില്ലേ? മിണ്ടത് വാ. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന വിശ്വസിക്കേ. ഞാനൊരു പെണ്ണുപിടിയനാ. പെണ്ണുങ്ങൾക്കൊക്കെ ഫോൺ ചെയ്യുന്ന ഒരുത്തനെ നല്ലവനാക്കി കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്. നീ ഒരു പെണ്ണുപിടിയൻ, ഞാനത് വിശ്വസിക്കുന്നു. എന്തിനാ എന്റെ പിറകെ വരുന്നെന്ന് എന്നോട് ദേഷ്യപ്പെട്ടവനാ നീ. നിന്റെ പ്രേമം പോലെ എന്നോട് പറയാൻ ധൈര്യമില്ലഞ്ഞിട്ട് നിന്റെ ഫ്രണ്ടിനോട് പറയാണെന്ന് കരുതി എന്നോട് പറഞ്ഞവനാണ് നീ. അന്ന് നീ എന്നെ തൊട്ടപ്പോ ഞാൻ എതിർപ്പ് കാണിച്ചിട്ട് നീ അഭിനന്ദിക്കുന്നു കരുതി. എന്നാൽ നിന്നോടുള്ള വിശ്വാസക്കുറവുണ്ടാ ഞാൻ അങ്ങനെ ചെയ്തെന്നാണ് നീ വിശ്വസിക്കുന്നത്. നിനക്ക് എന്നെയല്ലേ വേണ്ടത്? എടുത്തോളൂ. പറഞ്ഞ വിശ്വസ അങ്ങനെയാണെങ്കിൽ ഡാഡി അവളുടെ കൂടെ വാ. അയാൾ കേറിക്കോട്ടെ. നിങ്ങൾ കേറിക്കോളൂ. വേണ്ട വേണ്ട, നിങ്ങൾ കേറണ്ട. അങ്കിൾ, നിങ്ങൾ പൊയ്ക്കോ. ഹലോ, ടൈം ഓവറായി. ഏയ് ടാക്സി, വേഗം കേറ്, ടൈമായി. നമ്മളിങ്ങനെ താഴെ ഓടിക്കൊണ്ട് നിന്നാലേ ഫ്ലൈറ്റ് അതിന്റെ പാട്ടിന് പോകും. വേഗം കേറ് മോളെ, വാ. നീ ഇരിക്ക്. 6 hours സ്പെൻഡ് ചെയ്തപ്പോഴേക്കും എന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നു. ഒരു പരിചയമില്ലാത്ത സ്ഥലവും ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയി എന്നെ വല്ലതും ചെയ്യുമെന്തോ. അയ്യോ, ഈ നോട്ടം കണ്ടിട്ടാ എനിക്ക് പേടിയാവുന്നത്. Oh God, flight മിസ്സായി. അടുത്ത ഫ്ലൈറ്റ് നോക്കാം, വാ. May I help you? Because we stuck up in traffic jam. This flight is departed.
When is the next flight? Next flight is tomorrow morning. Would you like to change the tickets? ഏയ് എന്താ ഇത്? ഒക്കെ നിങ്ങൾ കാരണമല്ലേ ഫ്ലൈറ്റ് മിസ്സായത്? എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നത്? അടുത്ത ഫ്ലൈറ്റിന് പോകാലോ. അതുവരെ മുഹൂർത്തം വെയിറ്റ് ചെയ്യോ? എന്താ നീ ചെന്നില്ലേ ആ കല്യാണം നടക്കില്ലേ? അതെങ്ങനെ നടക്കൂന്ന? ഇതെങ്ങനെ സാധാരണ നടക്കാറുള്ളത് പോലെ വെറും ഒരു കല്യാണമല്ല. ചോറ്റാനിക്കര ദേവിയുടെ പാദ പൂജ ചെയ്ത താലിയാ കെട്ടേണ്ടത്. അത് എന്റെ ബാഗിലാ. പാസ്പോർട്ട് ആണെങ്കിൽ അങ്കിളുടെ കയ്യിലും. അവിടെ പിന്നെ എങ്ങനെ കല്യാണം നടക്കുന്ന? അവിടെ മുഹൂർത്തത്തിന് മുമ്പ് എത്തണം, അത്രയല്ലേ ഉള്ളൂ. വാ. I'm sorry, Lisa. I won't be able to make it. Don't say it like that. All the delegates are waiting for you. Please, Lisa, try to understand. If you don't come, you know what the company will lose. Whatever has to happen will happen. I'm sorry, I can't come. Please listen. അതൊന്ന് കളഞ്ഞൂടെ? ടെൻഷൻ മാറാൻ വേണ്ടിയാ. നാളെ സിഗരറ്റ് വലിക്കുന്ന ഭർത്താവോ നിനക്ക് വരുന്നെങ്കിലോ? ഓ, അഡ്ജസ്റ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കില്ല. പിന്നെ എങ്ങനെയുള്ളവരെ കഴിക്കാൻ പോകുന്നത്? ഫസ്റ്റ് സിഗരറ്റ് വലിക്കാത്ത ആളാവണം. അപ്പൊ വെള്ളം അടിക്കാല്ലേ? നോ. അല്പം പോലും കഴിക്കാൻ പാടില്ലേ? പാർട്ടിയിലോ മറ്റൊക്കെ ആവാം. അപ്പൊ ഡാൻസ് ചെയ്യാൻ തോന്നിയാലോ? എന്റെ കൂടെ ആകാവൂ. അത് മാത്രമല്ല എവറിഡേ 6 o'clock വീട്ടിലെത്തണം. എത്തിയില്ലെങ്കിലോ? ഡോർ ക്ലോസ്ഡ്. അപ്പൊ അടുത്ത വീട്ടിൽ പോയി ഡോറി തട്ടിയാലോ? ഡിവോഴ്സ്. ഓ അത് ശരി. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ഡിവോഴ്സ് ചെയ്യാന്നുള്ളതിന്റെ സ്കെച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ. അല്ലാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കാനുള്ള ഉദ്ദേശമൊന്നും മോൾക്കില്ല. ഈ ഫാഷൻ നടപ്പ് മോഡേൺ വേഷമൊന്നും ഇട്ടാൽ മാത്രം പോരാ. കെട്ടിയവനനുസരിച്ച് ജീവിക്കാനുള്ള മനസ്സും കൂടി കാണിക്കണം. അതൊക്കെ പോട്ടെ, താലി പൂജിച്ചതിനോട് അത് കൊണ്ടുവന്നില്ലേ? എന്ത്? അത് പിന്നെ ഈ ഗണപതി ഒരുക്കണൊക്കെ വെക്കാറില്ലേ? ഊരിന്റെ നല്ല പച്ച കളറൊക്കെ ആയിട്ട്. എന്താ അതിന്റെ പേര്? കോക്കനട്ട്. ആ യെസ്, കോക്കനട്ട്. ഇത്രയും നേരം കോക്കും പെപ്സിയൊക്കെ കുറിച്ച് മടുത്തു. അതിലൊന്ന് കിട്ടിയാൽ കുടിക്കാന്ന് വെച്ചാ. അതുണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണെടുത്ത് തന്റെ തല ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഒരു ജോക്ക്. ഈ ടെൻഷൻ മാറാൻ നമുക്കൊരു പണി ചെയ്താലോ? എന്ത്? അതിനുള്ള ഐറ്റംസ് എല്ലാം കയ്യിലില്ലേ? അയ്യോ തെറ്റിദ്ധരിക്കല്ലേ. ബാഗിലുള്ള ഐറ്റംസിന്റെ കാര്യമാ. അതൊക്കെ എടുത്തിട്ട് നീ കല്യാണ പെണ്ണാകണം, ഞാൻ കല്യാണ ചെക്കനാകാം. കാരണവന്മാരെ പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ എന്നെ അനുഗ്രഹിക്കണം. അത് കഴിഞ്ഞ് ആ താലി എടുത്ത് നിന്റെ കഴുത്തി കെട്ടി കഴിയുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ച പോലെയാവും. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പാല പഴം പൂവ മണിയറ എല്ലാം. ആക്ച്വലി താൻ താലി കെട്ടിക്കഴിഞ്ഞാൽ ഞാനെന്താ ചെയ്യാന്നറിയോ? ഇല്ല, എന്താ ചെയ്യാ? തന്റെ കഴുത്ത് എന്താ ശ്വാസം നിന്ന് പോയോ? ഇല്ല, ട്രെയിൻ നിന്ന് പോയതാ. പോലീസ് വരുന്നടാ. ആ സൈഡിലോട്ട്. അത് പിന്നെ നിങ്ങളാരാ? സർ, ഞങ്ങൾ രണ്ടുപേരും അടുത്ത് തന്നെ വിവാഹം കഴിക്കാൻ പോവാ. ഫ്രണ്ട്സ് ആണ് ട്രീറ്റ് എന്നും പറഞ്ഞ് വിളിപ്പിച്ചത്. അതെ സർ, ഇവനാ ഞങ്ങൾ എല്ലാവരും വിളിപ്പിച്ചത്. സർ, എന്നെ വിളിച്ചതുപോലെ ആയിരിക്കും അങ്ങേരെയും വിളിച്ചത്. എനിക്ക് അദ്ദേഹത്തെ പറ്റി നല്ലപോലെ അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങേര് പോവില്ല. എന്നെ വിശ്വസിക്കണം സർ. പ്ലീസ്, നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്താൽ എന്റെ മാരേജ് ഡിസ്റ്റർബ് ആവും. ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ്. ഇനി ഇങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് ചേരരുതെന്ന് പറയണം. എല്ലാരും പോണം. നീ നിക്കടാ. താങ്ക്സ് മാഡം. മാഡം എന്നെയും വിട്ടേക്ക് മാഡം. നിങ്ങളെ കണ്ട മരിച്ചുപോയ എന്റെ ആന്റിയെ പോലെയുണ്ട്. അതെയോ? അതെ, ചത്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെയായിരുന്നു മോന്ത. പെട്ടെന്ന് ക്ലൈമറ്റ് കൂളായി അല്ലേ? മഴ വരുമെന്ന് തോന്നുന്നു. ദേ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? ലാസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിയതാ, ഞാൻ സെലക്ട് ചെയ്തതാ. നന്നായിട്ടുണ്ട്. ഈ ലെഫ്റ്റിൽ പോ. ഈ ലെഫ്റ്റ് ആണ്. ദേ ഇവിടെ ഇതാണ്. റെസ്റ്റോറന്റിലേക്ക് പോവാം, വാ. കഴിഞ്ഞ മാസം 10 സ്ഥലത്ത് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. ഒരിടത്തുനിന്ന് ഇന്റർവ്യൂവിന് വന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരുന്നെങ്കിൽ ഇതിനുള്ളിൽ അബ്രോഡ് പോയി സെറ്റിൽ ആയനെ. അതും ഒരു രീതിയിൽ നല്ലത് തന്നെയാ. അബ്രോഡ് പോയിരുന്നെങ്കിൽ
ഞാൻ നിന്നെ കണ്ടുമുട്ടില്ലായിരുന്നോ? എന്താ നടന്നെന്ന് ചോദിക്കുന്നില്ലേ? എന്തിനു ചോദിക്കണം? ഓർഡർ പ്ലീസ്. ഒരു കിങ് ഫിഷർ ബിയർ. ഓക്കേ മാഡം. നിനക്ക് വേണ്ടിയാ? പണ്ടൊക്കെ ടെൻഷനായി വെള്ളം അടിക്കായിരുന്നു, ഇപ്പോഴൊക്കെ ബിയറല്ലേ അടിക്കുക. കിങ് ഫിഷർ മതിയോ അതോ 5000ഓ? എനിക്കും ബ്രാൻഡിന്റെ പേരൊക്കെ അറിയാം, അതവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ പെണ്ണ്, പോലീസ്, അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ലേ? ഞാനെന്തിനു ചോദിക്കണം? നിന്നെ പറ്റി സംശയം ഉണ്ടെങ്കിലല്ലേ ചോദിക്കണ്ടോ? എന്റെ സത്യപറ്റി എനിക്കൊരു സംശയമില്ല. നീ അവിടെ പോയതിന് എത്രയോ കാരണം കാണും. പാർട്ടിക്ക് എന്നെ വിളിച്ച പോലെ നിന്നെ നിന്റെ ഫ്രണ്ട്സുകൾ വിളിച്ചിരിക്കും. ഞാൻ അവിടെ വന്നതുകൊണ്ട് നീയോ അവിടെ വന്നിരിക്കാം. ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. നീ എന്തിനാ ആവശ്യമില്ലാതെ അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അവിടെ ഒരു പെണ്ണുണ്ടെന്നറിയാതെ നീ പോയി കാണും. അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ കൂടെ നിന്റെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് കരുതി അഡ്വൈസ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരാൻ പോയി കാണും. തീർച്ചയായും ഒരു നാണം കെട്ട പ്രവൃത്തിക്ക് നീ അവിടെ പോയി കാണില്ല. പുരുഷന്മാർ വേണമെങ്കിൽ ഭാര്യമാരെ വഞ്ചിക്കാം, എന്നാൽ ഒരു കാമുകനും കാമുകിയെ വഞ്ചിക്കാറില്ല. അറിയാതെ എന്നെ തൊട്ടതിന് തെറ്റ് ചെയ്തെന്ന് സങ്കടപ്പെട്ട് നീ അറിഞ്ഞോണ്ട് തെറ്റിയില്ല. ആരംഭത്തിൽ സംശയിക്കാൻ തുടങ്ങിയ അവസാനം വരെ നമ്മൾ എങ്ങനെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ ബർത്ത്ഡേ ഇന്നൊന്നുമല്ല. ഞാൻ വിഷയം തന്നെയല്ലടോ. പിന്നെ ആന്റിയെ ഇന്ന് എന്റെ പിറന്നാളാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? രാമേന്ദ്രൻ നായർ സാർ പറഞ്ഞു. രാമചന്ദ്രൻ, നിന്റെ വല്യേട്ടൻ? അതെ. നീയപ്പോ മകനാണ്, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ. വല്യേട്ടന്റെയോ? അതെ ആന്റി. മോനോ? എന്റെ വല്യേട്ടന്റെയോ? മോനെ, എത്ര കാലായിട്ടാ നിന്നെ ഈ അമ്മായി കാണുന്നത്? നന്ദു, ഞാൻ പറഞ്ഞില്ലേ ഇവൻ നമ്മുടെ ആരുമാണെന്ന്? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ? എന്തിനാ ആന്റി ഇത്രയും സ്നേഹം ഉണ്ടായിട്ടും എന്റെ അച്ഛനോട് എന്തിനാ പിണക്കം? ഞാനായിട്ട് പിണങ്ങിയതല്ല മോനെ, വല്യേട്ടനാ ഞങ്ങളോട് പിണങ്ങിയത്. ഞങ്ങൾ പ്രേമിച്ച വിവാഹം കഴിച്ചത്. തെറ്റാണ് ചെയ്തതെങ്കിലും വല്യേട്ടന്റെ അനുഗ്രഹം വാങ്ങാനായി ഞങ്ങൾ ചെന്നു. അവിടെ വെച്ച് ഏട്ടൻ എന്റെ ഭർത്താവിനെ തല്ലി. ഏതൊരു സ്ത്രീയും തനിക്ക് എന്ത് സംഭവിച്ചാലും സഹിച്ചെന്നിരിക്കും, പക്ഷെ ഭർത്താവിനെ അപമാനിച്ചാൽ സഹിക്കില്ല. അന്ന് ഞങ്ങൾ ആ വീട് വിട്ടിറങ്ങിയതാ. ജീവിച്ചിരിക്കുമ്പോഴുള്ള പകയും പ്രതികാരവും എല്ലാം മരണത്തോടെങ്കിലും തീരില്ലേ ആന്റി? ഏട്ടൻ? അതെ ആന്റി, അച്ഛൻ ജീവിച്ചു. അച്ഛന്റെ മരണത്തോടെ ബന്ധങ്ങളും കടപ്പാടുകളും ഇല്ലാതാകുന്ന നിർബന്ധമുണ്ടായിരുന്നു. ആന്റിയും തിരിച്ചു കൊണ്ടുപോകണമെന്നായിരുന്നു അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം. നന്ദിനി, ഒരു വിവാഹം കൊണ്ട് പിരിഞ്ഞുപോയി രണ്ട് കുടുംബങ്ങളെയും തമ്മിൽ നമ്മുടെ വിവാഹം കൊണ്ട് നമുക്ക് ഒന്നിച്ചേർക്കണം. എന്റെ അച്ഛനെ അപമാനിച്ച വീട്ടിലേക്ക് ഞാൻ വരില്ല. എന്താ മോളെ മിണ്ടാതിരിക്കെ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരിക്കാം, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ആരും സഹായിക്കും വേണ്ട, നിങ്ങൾക്ക് പോവാം. ഞാൻ പോവാം, പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മ വേണം. നിങ്ങളെ കാണാനും കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഇവിടെ പോയിക്കോളാം. നന്ദിനി, എന്നോട് നിനക്ക് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ മറക്കാനാവില്ല. എന്താ മോളെ ഇത്? ഇത്രയും കാലം നമുക്ക് ആരുമില്ലായിരുന്നു. എങ്ങനെ ജീവിച്ചു എന്ന് പോലെ ആരും തിരക്കിയില്ല. ഇപ്പൊ ബന്ധുവായി വന്ന് അവനെ കൂടി നീ പറഞ്ഞയക്കുകയാണോ? എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്തോണ്ടല്ലമ്മേ, ഇഷ്ടം കൂടുതലുണ്ട് അങ്ങനെ പറഞ്ഞത്. അതെന്താ? ഏതോ ഒരുത്തൻ എന്നെ നോക്കിയെന്ന് പറഞ്ഞല്ലേ ആ ഭ്രാന്തനയാളെ കൊന്നത്. ഇപ്പൊ എന്നെ കെട്ടാൻ പോകുന്നു അറിഞ്ഞ ഇതേതാ? ഡ്രൈവർ, MD എന്നോട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. ചേച്ചിക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കേ. ശരി സാറേ. ഈശ്വരാ, എല്ലാം നിനക്ക് തന്നെ ഇരിക്കട്ടെ, എന്നെ കൈവിടരുതേ.
ആവശ്യമില്ല, നിന്നെയൊക്കെ പോയി ഞാൻ സ്നേഹിച്ചു. സാറേ ലഗേജ് ഞാൻ എടുത്തോളാം, 30 രൂപ തന്നാ മതി. 30 റുപ്പീസ് ഇതുകൊണ്ട് കൊടുത്താൽ ഇവരെനിക്ക് 100 രൂപ തരും, അറിയോ? ടിപ്സ് ടിപ്സ് ഞാൻ തന്നെ വാങ്ങിച്ചോളാം. ഹലോ, ടൈമായി, വാ പോവാം. വാ. മുന്നിക്കര് വേഗം നടക്കാം. സോറി. ഞാൻ ഇടിച്ചതിന് നിങ്ങൾ എന്തിനാ സോറി ചോദിക്കുന്നത്? ഇങ്ങനെ ഇടിച്ചവന്മാരെ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്, അതന്ന്. ഇന്ന് നോ റൈറ്റ്സ്. സോറി, ആവശ്യമില്ല, ഷർട്ടിൽ പിടിച്ചു. വാ പോ. ടിക്കറ്റ് എടുക്ക. S2 കോച്ചാണ് മാഡം. വേഗം അവിടെ കാണിക്ക. എന്താ സാർ, ടിക്കറ്റ് കൺഫേം ആണ്? അമ്മേ, നല്ല കാലം, ടിക്കറ്റ് കൺഫേം ആയി. ഇപ്പോഴാ മനസ്സമാധാനമായി. ഓക്കെ. എന്താ? ഓ, വെള്ളം വേണം. ബാഗ് വെച്ചിട്ട് വാങ്ങിച്ചിട്ട് വരാം. വെള്ളം വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. വാട്ടർ ബോട്ടിൽ. ഹായ്, ചെന്നൈയിലേക്കാ? അതെ, നിങ്ങൾ? ഇല്ല, ഞാനല്ല, മാഡം പോകുന്നുണ്ട്. മാഡം ചെന്നൈയിലേക്ക് പോകുന്നു. മാഡം ഒറ്റയ്ക്കാണ് പോകുന്നത്. മാഡത്തെ കുറിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഓക്കെ? ടൈമായി. ട്രെയിൻ പുറപ്പെടാൻ പോകും. കയറിക്കോ. സൂക്ഷിച്ചു പോണം. അവനെ കണ്ടിട്ട് എന്നെപ്പോലൊരു പെണ്ണുപിടിയാനാണെന്ന് തോന്നുന്നു. ഹലോ, എന്താ നിങ്ങൾ ഇഷ്ടത്തിനങ്ങ് പോകുന്നത്? ടിപ്സ് 100 രൂപ. എവിടെ? താനേ എന്നെ പറഞ്ഞു വിടുവോ? പറ, എന്നെ പറഞ്ഞു വിടുവോന്ന്. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? നിനക്ക് എന്നോട് സ്നേഹമില്ലേ, ധൈര്യമില്ലേ, പ്രേമമില്ലേ? നിനക്കല്ലാത്തത്. ഇപ്പൊ ഞാൻ നിന്നെ മനസ്സിലാക്കി, എന്റെ സത്യം മനസ്സിലാക്കി. ഒരു നല്ലവൻ പോലെ നാളെ ചീത്തയായി മാറിയേക്കാം. ഇന്ന് ചീത്തയായവൻ നല്ലവനായ അവൻ പിന്നെ ചീത്തയാവില്ല. ആ വിശ്വാസത്തിൽ നിന്നെ ഞാൻ സ്വീകരിക്കും. ഹലോ ഹലോ ഹലോ, എന്തൊക്കെയായാലും ലവർ നാട്ടിൽ പോകാനെന്ന് വെച്ച് പബ്ലിക്കായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാവും? നമുക്കൊരു സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ഇല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം നിന്റെ സ്ഥിരം പരിപാടി പഞ്ചാരടിയാണെന്ന്. നീ ഒന്നും നന്നാവില്ലടാ. ഞാൻ അത്ര നല്ലവനായിട്ടും എന്നെ വിശ്വസിക്കുന്നുണ്ടോന്ന്? ഞാൻ നിന്നെ വിശ്വസിക്കുന്നു.